ഒരു ജലാശയത്തെ വീണ്ടെടുക്കാനുള്ള ഡിവൈഎഫ്ഐയുടെ ഇടപെടലിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. പന്തളം തോടിനെ വീണ്ടെടുക്കാനായി ഡിവൈഎഫ്ഐ നടത്തുന്ന ഇടപെടൽ, ആ തോട് ശുചീകരിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 3000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തെളിനീർ ഒഴുക്കാനായി ഡിവൈഎഫ്ഐ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സുജു ടി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കൂ, ഒരു യുവാക്കളുടെ സംഘടന, ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ സാമൂഹ്യ ബോധം എങ്ങനെയാണെന്ന് നമുക്ക് ഈ പരിപാടിയിലൂടെ കാണാൻ കഴിയും. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സുജു, വലിയൊരു സാമൂഹ്യ ഇടപെടലാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒരു നാടിൻ്റെ ആശ്രയമായിരുന്ന ഒരു ജലാശയത്തെ വീണ്ടെടുക്കാനുള്ള വലിയ ഇടപെടൽ. ഡിവൈഎഫ്ഐ ഒരു ജലാശയത്തെ ശുചീകരിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ബൃഹത് പദ്ധതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മനു, നമുക്ക് ആദ്യം ഈ തോടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നിലവിലെ അവസ്ഥ കാണിച്ചു തരാം. ഈ വലിയ തോടെന്നൊക്കെ പറയുന്ന തോടിൻ്റെ അവസ്ഥയാണ്. സൈഡിൽ മാലിന്യം ആരോ കൊണ്ടിട്ടിരിക്കുന്ന ചാക്കുകുനകൾ കാണാൻ സാധിക്കും. അതുപോലെ ആ തോടിൻ്റെ മുൻവശത്തേക്ക് പോകുമ്പോൾ വലിയ തോട് ഇടിഞ്ഞിടിഞ്ഞ ചെറിയ ഒരു അരുവി പോലെ ആയിരിക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ യുവാക്കളിലേക്ക് മനു സൂചിപ്പിച്ച പോലെ വലിയ യുവാക്കളുടെ ഒരു പ്രതീക്ഷ നൽകുന്ന യുവാക്കളുടെ കൂട്ടം കാണാം. ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിയർമാർ അവർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. യൂത്ത് ബ്രിഗേഡിയർമാരുടെ സംഘം, ഈ 3000-ഓളം ആളുകൾ, അത് 1000-ഓളം യൂത്ത് ബ്രിഗേഡിയർമാരും മറ്റ് ഒരു ജനങ്ങളെ ആകെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്സവം തന്നെയാണ്. നമുക്ക് തുടക്കത്തിൽ ആദ്യം നമുക്കൊരു ചെറിയൊരു പാട്ടിൽ കൂടെ തന്നെ ആരംഭിക്കാവുന്നതാണ്. ലൈവിൽ നമുക്ക് 2 വരി. താര താരക താര താര താരക താര താരക താര താരകതോ ആ താര താരക താര താരക താര താരകതോ പഴയകാല തികവിനുള്ളിൽ പുതിയ നാടുണരോ, പഴയ തിന്മകൾ തീണ്ടിടാത്ത പുതിയ നാടുണരോ. ആ താര താരക താര താരക താര താരകതോ ആ താര താരക താര താരക താര താരകതോ ആ പഴയകാല തികവിനുള്ളിൽ പുതിയ നാടുണരോ, പഴയ തിന്മകൾ തീണ്ടിടാത്ത പുതിയ നാടുണരോ. ആ പുതിയ നാടുണരോ. ലോകത്തിലെ ഏറ്റവും സർഗാത്മക യുവത്വത്തിൻ്റെ പ്രതീകമായ ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ കുരമ്പാലയിലെ ഈ വലിയതോട് ആയിരക്കണക്കിന് ഡിവൈഎഫ്ഐയുടെ യുവാക്കൾ യൂത്ത് ബ്രിഗേഡായിട്ട് ഇവിടെ ഈ വലിയ ഒരു സംരംഭത്തിൽ ഒരു നാടിനാകെ തെളിനീരേകാൻ, ഒരു നാടിനാകെ കുടിനീരേകാൻ വേണ്ടിയുള്ള ഈ വലിയ പരിശ്രമത്തിൽ ഞങ്ങളെപ്പോലുള്ള സാംസ്കാരിക പ്രവർത്തകരും ചേരുകയാണ്. ഒരു നാടൊന്നായി ചേരുകയാണ്. ഒരു നാടും നഗരവും യുവതയും എല്ലാം ഒന്നായി ചേരുന്ന ഒരു വലിയ അസുലഭ മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിനായി നമുക്ക് കൊട്ടിപ്പാടി നമുക്ക് ഈ കൂട്ടായ്മയിൽ ചേരാം. അഡ്വക്കേറ്റ് സുരേഷ് സ്വാമിയാണ്, ഫോക്ലോർ അക്കാദമി ബോർഡ് അംഗം കൂടിയാണ്. നമ്മുടെ ഒപ്പം പന്തളത്തെ CPM-ന്റെ ഏരിയ സെക്രട്ടറി ജ്യോതികുമാർ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, നിസാം ഉൾപ്പെടെ ചേരുന്നു. നമുക്ക് ഇവരെ അല്പം അങ്ങോട്ട് നടക്കാം, കാരണം ഇവരോട് നമുക്കൊരു വാക്ക് മേടിക്കേണ്ടിട്ടുണ്ട് ഈ തോടിൻ്റെ കാര്യത്തിൽ. അപ്പം ജ്യോതികുമാർ സഖാവുണ്ട്, അതുപോലെ തന്നെ പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് അനീഷുണ്ട്, ഈ ആളുകളൊക്കെ തന്നെ നമ്മുടെ ഒപ്പമുണ്ട്. ഇവരെല്ലാം രാവിലെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഔദ്യോഗിക ഉദ്ഘാടനത്തിലേക്ക് കടന്നില്ലെങ്കിലും ആദ്യം നമുക്ക് ഇവരോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഇപ്പം പാർട്ടി ഏരിയ സെക്രട്ടറി സഖാവ് ജ്യോതികുമാർ, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി നിസാം, MS അനീഷ് കുമാർ, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കാനുള്ള ചോദ്യം ആഗ്രഹിക്കുന്നത്, ഇപ്പോഴത്തെ ഈ തോടിൻ്റെ അവസ്ഥ ഇതാണ്. അഖിലേഷ്, ആ തോടൊന്ന് കാണിച്ചെന്നേ. ആ പ്രഷർ കാണാൻ വേണ്ടി, അതായത് വളരെ മാലിന്യവും മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാണിക്കാൻ പറ്റാത്ത പോലത്തെ മാലിന്യവും കൂടിയിരിക്കുന്ന തോടാണ്. ഇനി നമുക്ക് തിരിച്ച് നിസാമിനോട്, DYFയുടെ ജില്ലാ സെക്രട്ടറി ആണല്ലോ ഈ യൂത്ത് ബ്രിഗേഡിലൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നിസാമേ, ഈ തോട് വൈകിട്ടാകുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ഞങ്ങളൊരു 5 മണിക്ക് പ്രഖ്യാപിക്കും. ഈ വലിയ തോടിനെ വലിയ തോടായി തന്നെ ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രഖ്യാപിച്ചിരിക്കും. ഇപ്പോൾ വലിയ തോടിന് പേര് മാത്രമാണുള്ളത്. ഇതൊരു ചെറിയ തോടാണ്, മാലിന്യ കൂമ്പാരമാണ്. ഇത് ജനങ്ങൾക്കും കർഷകർക്കും ആകെ ഉപകാരപ്രദമാകുന്ന പഴയകാല വലിയ തോടിനെ ഞങ്ങൾ വീണ്ടെടുത്തിരിക്കും. ഉറപ്പാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ ഇത് കയറിൽ കൂടെ പ്രഷർ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 5 മണിക്ക് പ്രഖ്യാപിക്കും നിങ്ങളുടെ സാന്നിധ്യത്തിൽ. ഓക്കെ. പാർട്ടി ഏരിയ സെക്രട്ടറി സഖാവ്, ഇത് എങ്ങനെ ആയിരിക്കുമോ? അത് തന്നെ ഞങ്ങൾ ഉറച്ച തീരുമാനമല്ലേ എടുത്തേ. ഈ ഏരിയയിലെയും ജില്ലയിലെയും DYFI ബ്രിഗേഡുകൾ
പന്തളം ഏരിയയിലെ പാർട്ടിയുടെ പ്രവർത്തകർ, നാട്ടുകാർ, ബഹുജനങ്ങൾ എല്ലാവരെയും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി പ്ലാൻ ചെയ്തത്. അതിൻ്റെ തുടക്കം 7 സെക്ടറിലായിട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രായമുള്ള ആളാണല്ലോ, നിങ്ങളുടെ ഓർമ്മയിൽ തോട് എങ്ങനെയായിരുന്നു? തോട് വലിയ തോടല്ലേ, ഞങ്ങളെല്ലാം ഇവിടെ കളിച്ച് വളർന്ന് ഈ നീന്തലുമൊക്കെ പഠിച്ച തോടായത്. ഇപ്പം ഇത് മാലിന്യമായിട്ട് മണ്ണ് കയറി വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കിടക്കുന്നു. അത് ഞങ്ങൾ പരിശോധിച്ചാണ് DYFI ജില്ലാ കമ്മിറ്റി ഈ ശുചീകരണത്തിൻ്റെ മാലിന്യ മുക്ത കേരളം എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം നടപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് നിഷേ, കഴിഞ്ഞ ദിവസം പന്നിയൊക്കെ വെടിവെക്കാൻ പോയി, ഇവരുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്? ഇതൊരു മാതൃകയായി മാറും. കേരളത്തിനൊരു പുതിയ മാതൃക പത്തനംതിട്ട ജില്ലയിലെ DYFI സൃഷ്ടിക്കും. ഇവിടെ DYFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ വൈകിട്ട് 5 മണിക്ക് ഇത് പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് പറയുന്നത്. ആ പ്രഖ്യാപനം തന്നെ വലിയ പ്രതീക്ഷയാണ്. അനീഷ, എന്തായാലും ഇവർക്ക് പഴയ പോലെ പുതിയ കുട്ടികൾക്ക് ഇപ്പം നീന്തലൊക്കെ അറിയാത്ത അവസ്ഥയുണ്ട്. അവർക്ക് നീന്താനൊക്കെ പറ്റുന്ന നല്ലൊരു തോടാക്കി മാറ്റും. പന്തളം നഗരസഭയുടെ ഒരു ഹൃദയധമനി എന്ന് വിളിക്കാൻ കഴിയുന്ന വലിയ തോട് കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കായിരുന്നു. ക്ലീൻ കേരള പദ്ധതിയെ സഹായിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് DYFI ഈ പന്തളം നഗരസഭയുടെ ഹൃദയധമനി എന്ന് പറയാൻ കഴിയുന്ന ഈ തോടിൻ്റെ ശോച്യാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ജനങ്ങൾക്കും ഗുണകരമാകുന്ന രൂപത്തിലേക്ക് ഈ തോടിനെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വൈകുന്നേരത്തോടുകൂടി ആ പ്രവർത്തനം DYFI പൂർത്തീകരിക്കും. മനു, എന്തായാലും DYFIക്കാർ വാക്ക് പറയുകയാണ്, പാർട്ടിയും ഒപ്പമുണ്ട്, ജനങ്ങളാകെ. ഇതിപ്പം DYFI പ്രവർത്തകർ മാത്രമല്ല, നമുക്ക് കാണാൻ പറ്റും ഇരുകരയിലെ ആളുകൾ വന്നു തുടങ്ങിയതേ ഉള്ളൂ. ഏതായാലും ഒരു 3000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു യജ്ഞത്തിനാണ് DYFI തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഔദ്യോഗിക ഉദ്ഘാടനം 9 മണിക്കാണെങ്കിൽ പോലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കൈവാള ഇത് മെഷീൻ വാളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ആളുകളും സഹകരിച്ചുകൊണ്ട് പ്രവർത്തനം മുമ്പോട്ട് പോവുകയാണ്. മനു, തീർച്ചയായും സുജു, മനോഹരമായൊരു കാഴ്ചയാണ്. ഒരു നാടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി യുവാക്കൾ മുന്നിട്ടിറങ്ങുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. സുജു, അവരോട് നമ്മുടെ സ്നേഹ അഭിവാദ്യങ്ങൾ പറയുക, എല്ലാ ആശംസകളും പറയുക. ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ, സ്ക്രീനിൽ ഞാനും കേൾക്കാം. മനു, നമ്മുടെ ആങ്കർ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഒരു നാടിൻ്റെ പ്രവർത്തനത്തിനായി നിങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു കാഴ്ചയായതുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൈരളി ന്യൂസിൻ്റെ അറിയിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ DYFIയുടെ പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ആളോട് ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കുക എന്നാണ്. എന്ത് പറയുന്നത്? എങ്ങനെയുണ്ട് പരിപാടി? നല്ല കാര്യങ്ങളാണ്. ഇത് നമുക്ക് തെളിനീരുണ്ടാക്കാൻ വേണ്ടി DYFIക്കാർ നടത്തുന്ന ഒരു സംരംഭമാണ്. എത്ര വയസ്സുണ്ട്? എനിക്ക് 59 വയസ്സ്. ചെറുപ്രായത്തിലൊക്കെ നല്ല റോഡായിരുന്നു. നല്ല റോഡായിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ കുളിച്ച് വളർന്ന് ചുറ്റുനാളി ഇവിടെ കുളിച്ച് എല്ലാം നടന്ന തോടാണ്. നിങ്ങൾക്ക് പഴയ തോടിനെ തിരികെ നൽകുന്ന DYFIക്കാർ പറയുന്നത് എന്തോ അതുപോലെ തന്നെ ആക്കാനാ. നാടൊന്നിച്ചുള്ള പ്രവർത്തനമാണ് മനു നടത്താൻ പോകുന്നത്. അതിന് വലിയ കൂട്ടായ്മയാണ്. ഓർക്കേണ്ടത് 7 കിലോമീറ്ററോളം വരുന്ന തോടാണ്. അത് ശുചീകരിച്ച് വൈകിട്ട് 5 മണിക്ക് ഒരു ക്ലീൻ പുതിയ തോടെന്ന പ്രഖ്യാപനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്.